ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമായിരിക്കും. അതേപോലെ എൻ്റെ ആഗ്രഹമായിരുന്നു ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. അങ്ങനെയാണ് കൊമേഴ്സിനെ പറ്റി അറിയുന്നതും ഓൺലൈൻ മാർക്കറ്റ് പ്ലേസസിനെ പറ്റിയിട്ട് അറിയുന്നതും ഒക്കെ. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ പോലെയുള്ള ഓൺലൈൻ മാർക്കറ്റ് പ്ലേസസിൽ സെല് ചെയ്യുക എന്നുള്ളത് അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. അങ്ങനെ ഞാനൊരു കൊമേഴ്സ് കോഴ്സ് എടുത്ത് പഠിക്കുകയും അതിൽ നിന്നാണ് ആമസോണിൽ എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യുക എന്നുള്ളതും പഠിച്ചത്. ഒരു ഹൗസ് വൈഫായിട്ട് ഇരുന്നപ്പോൾ ഒരു ചെറിയ കുട്ടിയുടെ ഉമ്മയും കൂടിയാണ്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞിനെ നോക്കണം, അതിൻ്റെ ഇടയിൽ നമുക്ക് പഠിക്കണം, അതിൻ്റെ ഇടയിൽ നമ്മളുടെ ഡ്രീമായിട്ടുള്ളൊരു ബിസിനസ് ചെയ്യുകയും വേണം. ഏൺ ഫ്രം ഹോം എന്നുള്ളതാണ് ഞാൻ എൻ്റെ മോട്ടീവായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആമസോണിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് GST, പാൻ കാർഡ് എല്ലാം റെഡിയാക്കി ആമസോണിൽ അക്കൗണ്ട് തുടങ്ങി. ആമസോണിൽ പ്രൊഡക്ട്സ് ഫോട്ടോ എടുത്ത് അത് ലിസ്റ്റ് ചെയ്ത്, പിന്നെ ആദ്യത്തെ ഓർഡർ വന്നപ്പോൾ അത് പാക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന സന്തോഷം വളരെ അധികമായിരുന്നു, പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. അതിൻ്റെ പാക്കിംഗ് മെറ്റീരിയൽസ് മേടിക്കുമ്പോഴും അത് ലിസ്റ്റ് ചെയ്യുമ്പോഴും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ഓർഡർ വരുമ്പോൾ ഉള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം ആയിരിക്കുന്നത്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. കൊമേഴ്സ് പഠിച്ചതിന് ശേഷം ആമസോണിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റി. പിന്നെ അതിന് ശേഷം ഓർഡേഴ്സൊക്കെ വന്നു. പിന്നെ അതിന് പിക്കപ്പ് ചെയ്യാനുള്ള ഒരാൾ വന്നു, അത് പിക്കപ്പ് ചെയ്ത് പോയി. പിന്നെ പേയ്മെൻറ്റ്സ് ഡാഷ്ബോർഡിൽ നമ്മളുടെ എമൗണ്ട് അതിൽ വന്ന് കിടക്കും. പിന്നെ ഒരു മന്ത്ലി ഒരു ടൈം ആകുമ്പോൾ നമുക്കത് കയ്യിൽ കിട്ടും. അപ്പോൾ നമുക്ക് വെറുതെ ഇരിക്കുന്നതിനെക്കാട്ടിലും നമുക്കൊരു ഏർണിങ്സ് നമുക്ക് അതിലൂടെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കൊമേഴ്സും ആമസോണുമാണ് എന്നെ അതിന് സഹായിച്ചത്. പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്നൊക്കെ ആലോചിക്കുന്നവർക്ക് നമുക്കിത് ചെയ്യാൻ പറ്റും. പക്ഷേ വളരെയധികം ക്ഷമ വേണം. ആദ്യത്തെ ഓർഡർ പെട്ടെന്നൊന്നും കിട്ടില്ല. അതൊക്കെ ചിലപ്പോൾ മാസങ്ങളെടുക്കും. അതായത് നമ്മുടെ പ്രൊഡക്റ്റിനനുസരിച്ചായിരിക്കും അത്. ഒരുപാട് കോമ്പറ്റീഷനുള്ള പ്രൊഡക്ട്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഓർഡർ കിട്ടാൻ കുറച്ച് വൈകും. അപ്പോൾ അതെല്ലാം നമ്മൾ ആലോചിച്ച് പ്രൊഡക്റ്റ് നന്നായി സെർച്ച് ചെയ്തതിന് ശേഷമാണ് ആമസോണിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.